നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമഴയിൽ മുങ്ങി തൃശൂർ. ചാലക്കുടിയിൽ 1.25 മണിക്കൂറിൽ പെയ്തത് 69 mm മഴ. ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത്. റാക്കറ്റിലെ മുഖ്യ കണ്ണിപ്പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് ഹൈദരാബാദിൽ നിന്ന്. യുദ്ധം അവസാനിപ്പിക്കാൻ ഫോർമുലയുമായി ഇസ്രായേൽ. പദ്ധതി നടപ്പിലാക്കുക 3 ഘട്ടങ്ങളിൽ. പോർഷെ ഇടിച്ച് ബൈക്ക് യാത്രക്കാർ കൊല്ലപ്പെട്ട സംഭവം. രക്തസാമ്പിളിലെ കൃത്രിമം. 17-കാരന്റെ അമ്മ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. അതിശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം വെള്ളത്തിലായി. ചാലക്കുടിയിൽ 1.25 മണിക്കൂറിൽ പെയ്തത് 69 mm മഴയാണ്. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വാഹനങ്ങൾ തിരിച്ചുവിട്ടു. ഇക്കണ്ടവാര്യർ റോഡ് വെള്ളത്തിൽ മുങ്ങി. MG റോഡിലും സ്വരാജ് റൗണ്ടിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. 3 ബൈക്കുകൾ ഒഴുക്കിൽപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. ഓടകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് കനത്ത വെള്ളക്കെട്ടിന് കാരണം. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയാണ് തുടരുന്നത്. മേഘവിസ്ഫോടനമാണ് കാരണമെന്നാണ് നിഗമനം. നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. വടക്കേ സ്റ്റാൻഡ്, കൊക്കാലെ തുടങ്ങി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും നടത്തറ, മണ്ണുത്തി മേഖലകളിലും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ചു. പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറി. റെയിൽവേ ട്രാക്കുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. മോഡലും നടിയുമായ സ്റ്റോമി ഡാനിയൽസുമായുള്ള അവിഹിത ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമുള്ള കേസിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്നും മാൻഹാറ്റൻ ഗ്രാൻഡ് ജൂറി. ട്രംപിനെതിരെ ചുമത്തിയ 34 ആരോപണങ്ങളിലും കുറ്റക്കാരനാണെന്നും ജൂറി കണ്ടെത്തി. ജൂലൈ 11-നായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ US പ്രസിഡന്റ് എന്ന കുപ്രസിദ്ധിയാണ് ട്രംപിനുണ്ടായിരിക്കുന്നത്. നടിയും മോഡലുമായ സ്റ്റോമി ഡാനിയൽസിനുമായി ട്രംപ് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപണത്തോടെ ബന്ധപ്പെട്ടതാണ് കേസ്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിവരം പുറത്തുവരാതിരിക്കാൻ ട്രംപ് സ്റ്റോമിക്ക് $130,000 നൽകി. പണം കൊടുത്തത് മറച്ചുവെക്കാൻ ബിസിനസ് രേഖകളിൽ കള്ളത്തരം കാട്ടിയെന്ന ആരോപണത്തിലാണ് ട്രംപ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ മുൻ അഭിഭാഷകനായിരുന്ന മൈക്കിൾ കോഹാനാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം താനാണ് സ്റ്റോമിക്ക് പണം നൽകിയെന്ന് കോഹാൻ പറഞ്ഞു. കർണാടക കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിന്റെ മൃഗബലി നടന്നുവെന്ന ആരോപണത്തിൽ വീണ്ടും പ്രതികരിച്ച് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മൃഗബലിയെക്കുറിച്ച് ശിവകുമാർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. മൃഗബലി ഒന്നും നടന്നിട്ടില്ല എന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും വേറെ എവിടെയും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മൃഗബലി പരാമർശം വിവാദമായതോടെ മലക്കമറിഞ്ഞ് DK ശിവകുമാർ രംഗത്തെത്തി. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് DK ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ. വാക്കുകൾ വളച്ചൊടിക്കരുത്, മൃഗബലി നടന്ന സ്ഥലം ഇതിനടുത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പലതവണ വന്ന് തൊഴുത ഭക്തനാണെന്നും ശിവകുമാർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം മൃഗബലി നടന്നുവെന്നായിരുന്നു DK ശിവകുമാറിന്റെ ആരോപണം. ശത്രു ഭൈരവി എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ 52 മൃഗങ്ങളെ ബലി നൽകിയെന്നും DK ആരോപിച്ചിരുന്നു. കർണാടകയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അവസാനമാണ് തീർത്തും അനൌദ്യോഗികമായ തമാശ മട്ടിലും DK ശിവകുമാർ ഇത്തരമൊരു പരാമർശം നടത്തിയത്. തനിക്കും സിദ്ധരാമയ്ക്കും എതിരെയാണ് യാഗം നടത്തിയതെന്നാണ് വിവരം. കർണാടകയിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇതിനു പിന്നിൽ. ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഇതൊന്നും ഏൽക്കില്ല എന്നുമായിരുന്നു DK ശിവകുമാർ പറഞ്ഞത്. അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യകണ്ണിയെ പിടികൂടി പ്രത്യേക അന്വേഷണ സംഘം. ഹൈദരാബാദ് റാക്കറ്റിലെ മുഖ്യകണ്ണിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ നിന്നും പിടികൂടിയത്. ഹൈദരാബാദ് സ്വദേശിയായ ഇയാളെക്കുറിച്ച് കേസിലെ മുഖ്യപ്രതിയായ സാബിത് നാസർ മൊഴി നൽകിയിരുന്നു. തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തി പ്രതിയെ പിടികൂടിയത്. അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യകണ്ണിയെ തേടി കഴിഞ്ഞ ദിവസമാണ് പോലീസ് അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാജ്യാന്തര കടത്ത് സംഘത്തെക്കുറിച്ച് നിർണായക വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഒന്നാം പ്രതി സാബിത് നാസർ അവയവക്കടത്ത് സംഘവുമായി ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത് ഹൈദരാബാദിൽ വെച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്.
അതേസമയം കേസിലെ 4ാം പ്രതി ആലുവ സ്വദേശി മധു ഇറാനിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഹൈദരാബാദ് സ്വദേശിയിൽ നിന്നും തേടാനാണ് നീക്കം. അവയവക്കടത്തിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷബീറിനെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. ഇയാളുടെ ആരോഗ്യസ്ഥിതി ആശങ്കയിലാണെന്നാണ് വിവരം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇയാൾ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. പോലീസ് എത്തുന്നത് അറിഞ്ഞോടെ ഇയാൾ തമിഴ്നാട്ടിലെ താമസ സ്ഥലം മാറ്റുകയായിരുന്നു. തിരച്ചിൽ തുടരുന്നത് ഇയാളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഫോർമുലയുമായി ഇസ്രായേൽ. US പ്രസിഡന്റ് ജോ ബൈഡനാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുല ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായി അറിയിച്ചത്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിലാണ് ബൈഡൻ ഇക്കാര്യം അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ, ഇസ്രായേൽ സൈനിക പിന്മാറ്റം, ബന്ദികളുടെ മോചനം എന്നിവ ഉൾപ്പെടുന്നു. 6 ആഴ്ച നീളുന്നതാണ് ആദ്യഘട്ടം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ എല്ലായിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും. ഗാസയിൽ 600ഓളം ട്രക്കുകൾ എത്തിക്കാനും മരുന്നും മറ്റു സഹായങ്ങളും അനുവദിക്കും. ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും പുരുഷ പട്ടാളക്കാരെയും മോചിപ്പിക്കുന്നതാണ് 2ാം ഘട്ടം. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും. ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെട്ടതാണ് 3ാം ഘട്ടം. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളെടുത്തുള്ള പുനർനിർമ്മാണത്തിന്റെ ആരംഭമായിരിക്കും 3ാം ഘട്ടം. ഇരുകൂട്ടരും വെടിനിർത്തൽ ഉപാധികൾ അംഗീകരിക്കണമെന്നും അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമാണ് നിർദ്ദേശങ്ങളെന്നും ബൈഡൻ പറഞ്ഞു. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് അറിയിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിയാക്കപ്പെട്ട 19 വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച് കോടതി. അന്വേഷണം പൂർത്തിയായി എന്നതും 90 ദിവസത്തിലധികമായി ജയിലിൽ കിടക്കുന്ന പ്രതികൾ 22 മുതൽ 24 വരെ വയസ്സുള്ള വിദ്യാർത്ഥികളും മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തവരുമാണെന്നതും പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അതിനൊപ്പം സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം ലഭിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കി. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും IPC 306 അനുസരിച്ച് പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിഞ്ഞാൽ പരമാവധി ശിക്ഷ നൽകാനാകുമെന്നും ജസ്റ്റിസ് ഡയസ് ചൂണ്ടിക്കാട്ടി. പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നിയമത്തിൽ നിന്ന് ഒളിച്ചോടുമെന്നും തുടങ്ങി CBI ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് കർശനമായ ജാമ്യോപാധികൾ ചുമത്തുമെന്നും കോടതി വ്യക്തമാക്കി. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് പോലെയുള്ള അവ്യക്തമായ വാദങ്ങൾ ജാമ്യം നിഷേധിക്കാനുള്ള കാരണമല്ല എന്നും വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി പറഞ്ഞു. വിചാരണ പൂർത്തിയാകുന്നതുവരെ പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, കോടതിയുടെ അനുമതി ഇല്ലാതെ സംസ്ഥാനം വിടരുത്, പാസ്പോർട്ട് സമർപ്പിക്കണം, മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയ ഉപാധികളും ജാമ്യത്തിനായി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസിനെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കോൺഗ്രസ് സത്യത്തെ അംഗീകരിക്കാത്ത പാർട്ടിയായി മാറിയെന്നും അമിത് ഷാ പരിഹസിച്ചു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി കാര്യമായി ഇടപെട്ടു തുടങ്ങിയതോടെ പാർട്ടി നിഷേധാത്മക പാർട്ടിയായി മാറിയെന്നും അമിത് ഷാ ആരോപിച്ചു. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിലുടനീളം കോൺഗ്രസിന്റെ പ്രചാരണം. എന്നാൽ അവർ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടി നേരിടുമെന്ന് അവർക്കറിയാമെന്നും അമിത് ഷാ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഉണ്ടാകുന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫല ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് ആരോപിക്കുന്നതെന്നും അമിത് ഷാ പറഞ്ഞു. മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് AICC മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേര കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വോട്ടെടുപ്പ് പൂർത്തിയായി, വിധി നിശ്ചിതമാണ്. ജൂൺ 4 ഫലം വരും. അതിനു മുമ്പ് നടക്കുന്ന ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയുള്ള ഊഹാപോഹങ്ങളിലും മുഷ്ടിയുദ്ധങ്ങളിലും പങ്കാളിയാവാൻ ഒരു കാരണവും കാണുന്നില്ല എന്നായിരുന്നു പവൻ രേഖ എക്സിൽ കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചുകൊണ്ട് അമിത് ഷാ രംഗത്തെത്തിയത്. പൂനെയിൽ മദ്യപിച്ച് ആഡംബര വാഹനം ഓടിച്ച് ബൈക്ക് യാത്രികരായ 2 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ 17-കാരന്റെ അമ്മയും അറസ്റ്റിൽ. 17-കാരന്റെ അമ്മ ശിവാനി അഗർവാളാണ് ഒടുവിലായി കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. 17-കാരൻ മദ്യപിച്ചില്ലെന്ന് വരുത്താൻ പ്രതിയുടേതിന് പകരം അമ്മയുടെ രക്തസാമ്പിളാണ് പരിശോധിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. രക്തസാമ്പിളിൽ കൃത്രിമം നടത്തിയതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് 17-കാരന്റെ അമ്മ അറസ്റ്റിലായത്. പൂനെയിൽ മദ്യപിച്ച് ആഡംബര വാഹനം ഓടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റമേൽക്കാൻ കുടുംബം ഡ്രൈവറെ നിർബന്ധിച്ചെന്ന പരാതിയിൽ പ്രതിയുടെ അച്ഛനെയും മുത്തച്ഛനെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 17-കാരന്റെ അച്ഛൻ വിശാൽ അഗർവാളും മുത്തച്ഛൻ സുരേന്ദ്ര അഗർവാളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്.
പൂനെ നടുക്കിയ ദാരുണമായ വാഹനാപകടത്തിനു പിന്നാലെ പ്രതിയായ 17-കാരനെ രക്ഷിക്കാൻ സമ്പന്ന കുടുംബം നടത്തിയ ഗൂഢാലോചന ഓരോന്നായി പുറത്തു വന്നിരുന്നു. മെയ് 19-നാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായതിനു മുൻപ് ബാറിൽ നിന്ന് മദ്യപിച്ച 17-കാരന്റെ രക്തസാമ്പിളിൽ മദ്യത്തിന്റെ അംശമില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഗൂഢാലോചന പുറത്തു വന്നത്. പ്രതിയുടെ അച്ഛനിൽ നിന്ന് 3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ചീഫ് മെഡിക്കൽ ഓഫീസറും ഫോറൻസിക് മേധാവിയും ചേർന്നാണ് രക്തസാമ്പിളിൽ കൃത്രിമം നടത്തിയത്. 17-കാരന്റെ രക്തസാമ്പിൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ഡോക്ടർമാർ പകരം പരിശോധിച്ച അമ്മ ശിവാനി അഗർവാളിന്റെ രക്തസാമ്പിളായിരുന്നു. ഇതോടെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ജുവനൈൽ ഹോമിൽ കഴിയുന്ന 17-കാരന്റെ കസ്റ്റഡി കാലാവധി അടുത്ത ബുധനാഴ്ച തീരാനിരിക്കെയാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടം നടന്ന് ഉടൻ വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരു SIയെയും കോൺസ്റ്റബിളിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. 7ാം ഘട്ട വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പലയിടത്തും സംഘർഷം. വോട്ടിംഗ് യന്ത്രങ്ങൾ നശിപ്പിച്ചതായി പരാതി. വിവിപാറ്റുകൾ അടക്കമുള്ളവ വെള്ളത്തിലെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് ഒരു സംഘം അക്രമികളാണ് യന്ത്രങ്ങൾ നശിപ്പിച്ച് കുളത്തിലെറിഞ്ഞതെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതുമൂലം വോട്ടിംഗിന് തടസ്സം വന്നിട്ടില്ലെന്നും വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ജയ്നഗർ ലോക്സഭാ മണ്ഡലത്തിലെ കുൽത്തൈ എന്ന പ്രദേശത്തെ 40-41 നമ്പർ ബൂത്തുകളിലാണ് പ്രശ്നമുണ്ടായത്. വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ ബഹളമുണ്ടാക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. പിന്നാലെ അക്രമികൾ ബൂത്തുകളിലുണ്ടായിരുന്ന വിവിപാറ്റുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും സമീപത്തുണ്ടായിരുന്ന കുളത്തിൽ എറിയുകയായിരുന്നു. എന്നാൽ ബൂത്തുകളിൽ വോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളല്ല അക്രമികൾ കുളത്തിൽ എറിഞ്ഞതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ബൂത്തിൽ അധികമായി സൂക്ഷിച്ചിരുന്ന യന്ത്രങ്ങളാണ് കുളത്തിൽ എറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ 2 ബൂത്തുകളിലും വോട്ടിംഗ് നടക്കുന്നതിന് നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. പോലീസ് FIR തയ്യാറാക്കി അക്രമികൾക്കെതിരെ നടപടിയെടുത്തു. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള തീരത്തിനരികെ തെക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 2 മീറ്റർ വീതം ഉയർത്തും. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാത്രിയിൽ മഴ ശക്തിപ്പെട്ടതോടെ മീനച്ചിൽ, മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയർന്നു. മീനച്ചിലാറിന്റെയും മണിമലയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇടുക്കിയിൽ ഇന്നലെ രാത്രി കനത്ത മഴ ലഭിച്ചു. വെള്ളിയാമറ്റത്ത് 2 ക്യാമ്പുകൾ തുറന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം വേനൽ മഴ ലഭിച്ചത് കോട്ടയത്താണ്. വേനൽ മഴയുടെ സമയമായ മാർച്ച് 1 മുതൽ മെയ് 31 വരെ ശരാശരി 838.7 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. ശരാശരി 449.6 മില്ലിമീറ്റർ മഴയാണ് ഇക്കാലയളവിൽ പ്രതീക്ഷിക്കുന്നത്. 87% അധിക മഴ പെയ്തു. ഇതിൽ ഭൂരിഭാഗവും മെയ് മാസത്തിന്റെ 2ാം പകുതിയിലാണ് ലഭിച്ചത്. തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇക്കണ്ടവാര്യ റോഡ്, അക്വാട്ടിക് ലൈൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയിൽ വ്യാപക നാശമുണ്ടായി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിലെ രാത്രിയാത്ര കളക്ടർ നിരോധിച്ചു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിലെ കരിപ്പലങ്ങാട്ട് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പാതയിൽ നാടുകാണിക്കടുത്ത് ഇന്നലെ വൈകിട്ട് 6-ന് മണ്ണിടിഞ്ഞു വീണ് 2 കാറുകൾ മണ്ണിനും മരങ്ങൾക്കുമടിയിൽ കുടുങ്ങി. പാലാ സ്വദേശി ബോണിയും കുടുംബവുമാണ് ഒരു കാറിലുണ്ടായിരുന്നത്. ഒരു കാർ ഭാഗികമായും ഒരു കാർ പൂർണ്ണമായും മണ്ണിനടിയിലായി. മണ്ണിടിഞ്ഞു വരുന്നത് കണ്ടതോടെ കാർ നിർത്തി ഇറങ്ങിയോടിയതിനാൽ ദുരന്തം ഒഴിവായി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.